എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? CPM-ന്റെ അക്രമം വെച്ച് ഈ രീതിയിലൊന്നും ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന്റെ അകത്ത് പെട്രോൾ ഒഴിച്ച് കത്തി, അതൊക്കെയാണ് CPM-ന്റെ ഒരു സാധാരണ അവരുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറയുന്നത്. എന്നെ സംശയിക്കരുത്. അതുപോലെ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കും. ഒരാളെ കൊല്ലാനാണെങ്കിൽ 51 വെട്ടിന്റെ ആവശ്യമില്ല, 1-2 വെട്ടിന്റെ ആവശ്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്ത് മാത്രം 51 വെട്ട് വെട്ടിയത് എന്ന് ചോദിച്ചാൽ അതാണ് CPM-ന്റെ ഒരു സ്റ്റൈൽ, അതാണ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി. പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നടന്ന അക്രമം ഒരു അക്രമമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വരാജ് പറഞ്ഞത് ശരിയാണ്, പാർട്ടിയുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അതുപോലും പാർട്ടിക്ക് ഒരു അക്രമമായിട്ട് തോന്നുന്നില്ല, അതൊക്കെ സമാധാന പ്രവർത്തനമാണ്. CPM-കാർ ചെയ്യുന്നതൊക്കെ സമാധാനപരമാണ്. CH മുഹമ്മദ് കോയ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബസ് കത്തിക്കൽ സംഭവം ഉണ്ടായ സമയത്ത് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് CPM-കാർ വളരെ സമാധാനപരമായിട്ട് പോലീസിനെ കല്ലെറിയും, സമാധാനപരമായിട്ട് ആളുകളുടെ മുഖത്ത് ആസിഡ് ബൾബ് ഒഴിക്കുകയും സമാധാനപരമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് അള്ളു വയ്ക്കുകയും ചെയ്യുമ്പോൾ പോലീസുകാർ സമാധാനപരമായിട്ട് ലാത്തി വീശി അതിൽ ചിലർക്ക് പരിക്കുകയും. അപ്പൊ ആ രീതിയിലുള്ള സമാധാന പ്രവർത്തനത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അവർ അള്ളു വയ്ക്കുന്നത് സമാധാനമാണ്, അവർ ആസിഡ് ബൾബ് ഒഴിക്കുന്നത് എറിയുന്നത് സമാധാനമാണ്, അവർ കത്തിക്കുത്ത് നടത്തുന്നത് സമാധാനമാണ്, 51 വെട്ടുപെട്ടുന്നത് അവർക്ക് സമാധാനമാണ്, നമുക്ക് ചെറിയ അസമാധാനം. നമുക്ക് വളരെ വിഷമമാണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു വരാൻ പോകുന്ന 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജനകീയ ഉത്സവത്തിന്റെ കേളികൂട്ടാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ ദിവസം SFI-കാരുടെ സമരമായിട്ടും ഇന്നലെ സഖാക്കളുടെ സമരമായിട്ടും കണ്ടത്. സഖാക്കന്മാരുടെ പുറവും പോലീസിന്റെ കൈയും തമ്മിലൊരു വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്, ആരെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ. വെറുതെ വഴി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയുടെ തുടക്കമാണിത്. നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം SFI-കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പോലീസ് ലാത്തി വീശി ഇപ്പൊ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. അദ്ദേഹം ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളെ ലുട്ടാപ്പിന്ന് വിളിച്ചിരുന്നു, പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് അടി കഴിഞ്ഞപ്പോ പുള്ളി കൃത്യമായിട്ട് രംഗത്ത് വരികയും വീണ്ടും വലിയ വീരവാദം പറയും ചെയ്തു. ഇതാണ് സഖാക്കൻ നേതാക്കന്മാരുടെ രീതി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നാട്ടുകാരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവര് ആ തല്ലുകൊണ്ട് അവരുടെ പുറം പൊളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി 5 കൊല്ലത്തേക്ക് ഇതായിരിക്കും. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ED-യുടെ നടപടിക്രമങ്ങളെ ഇത്തരത്തിൽ തെരുവിൽ തടയുക എന്നത് അത് കേസിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന വ്യക്തികളുടെ അന്വേഷണ സംബന്ധമായ ഭാവിക്കും വിചാരണയ്ക്കും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ക്രിമിനൽ നിയമത്തിലെ അല്ലെങ്കിൽ ക്രിമിനൽ വിചാരണ നടപടിക്രമങ്ങളിലെ ഒരു അടിസ്ഥാന തന്ത്രം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. PMLA നിയമപ്രകാരം റെയ്ഡിന് വരിക അല്ലെങ്കിൽ സെർച്ചിന് വരിക എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോൺഫർ ചെയ്തിരിക്കുന്ന അധികാരമാണ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള കേസ് SFIO-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. ഇപ്പൊ സെർച്ചിന് വന്നിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. റെയ്ഡിന് വരുമ്പോ അതിന് കാരണങ്ങൾ എന്താണ് എന്നുള്ളത്, റീസൺ ടു ബിലീവ്, ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് മറ്റ് മെറ്റീരിയൽസ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ റെയ്ഡിന് വരുന്നത്. ആ സെർച്ച് എന്ന് പറയുന്ന പരിശോധനയ്ക്ക് അവർ വരുമ്പോൾ അവർക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് വഴി അത് കേസിൽ ആരാണോ നീതി ആവശ്യപ്പെടുന്നത്, കുറ്റാരോപിതരായി നിൽക്കുന്ന ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദോഷകരമാവുന്ന രീതിയിലാണ് ഇത് നടന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും PMLA നിയമത്തിന്റെ 65-ാം വകുപ്പ് അനുസരിച്ച് CRPC പ്രൊവിഷൻസിനെ വരെയും ഓവർ റൈഡ് ചെയ്യുന്ന, സെർച്ചിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന, അറസ്റ്റിനെ സംബന്ധിച്ച് CRPC പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യുന്ന വ്യാപകമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ്.
അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. അപ്പൊ ഇ ഡിക്ക് എന്തുകൊണ്ട് ഈ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പോലീസ് കുറ്റാന്വേഷണം പ്രാദേശികമായ ഒരു ജൂറിസ്ഡിക്ഷനിൽ നടത്തുമ്പോൾ ഇതിനകത്ത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതല്ല, അതിൽ നിന്നും ജനറേറ്റ് ചെയ്തിരിക്കുന്ന മോഷണ മുതൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അത് ഏതൊക്കെ തരത്തിൽ വകമാറ്റാമെന്നും ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാമെന്നും ഉള്ളത് പരിശോധിച്ച് അതിനകത്ത് നിയമവിരുദ്ധത പുറത്തു കൊണ്ടുവന്ന് ഒറ്റ വെച്ചുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ അടിസ്ഥാനപ്പെടുത്തി അതൊരു പ്രത്യേക ഒഫൻസ് ആണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നിയമപ്രകാരം റീസൺസ് ടു ബിലീവ്, എന്തുകൊണ്ടാണ് അവര് സെർച്ച് നടത്തുന്നത് എന്ന് റിപ്പോർട്ടാക്കി അവർ കൈമാറിയതിന് ശേഷം അവർ നടത്തുന്ന ഇത്തരത്തിലൊരു നടപടിക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാർ തെരുവിൽ തങ്ങളുടെ അണികളെ പ്രകോപിപ്പിച്ച് പ്രതിബന്ധം സൃഷ്ടിക്കാൻ കഴിയുക, ഇ ഡി ഓഫീസേഴ്സിനെ തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വാഹനം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം നീതീകരിക്കപ്പെടുന്നു, അവരുടെ കേസ് കൂടുതൽ ശക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഇത് കുറ്റാരോപിതയായി നിൽക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ തന്നെ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള തീർത്തും അനാരോഗ്യകരമായിട്ടുള്ള ഒരു നടപടിയാണ്. ഇപ്പം വെക്സേഷ്യസ് ആയിട്ടുള്ള സെർച്ചാണ് നടക്കുന്നതെന്ന് വെച്ചോ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള സെർച്ചാണ് നടക്കുന്നതെങ്കിൽ PMLA നിയമത്തിന്റെ 62-ാം വകുപ്പ് അനുസരിച്ച് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസ് ആണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? അപ്പം നിയമം തന്നെ ഒരു ഭാഗത്ത് അധികാരം കൊടുക്കുമ്പോൾ ആ അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുവാതിരിക്കാനുള്ള പ്രൊവിഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ അപ്പൊ തെരുവിൽ അണികളെ കൊണ്ട് ഇത് തടയാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ തെറ്റാണ്. തീർത്തും സംഭവിച്ചുകൂടാത്ത കാര്യങ്ങളാണ്. ഒരു പരിശോധനയല്ലേ നടക്കുന്നത്, ഇവരെ ആരെയും കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇത്രയും വലിയ കുരിശാണെന്ന് ഞാൻ ഓർത്തു. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ഇതിനകത്തൊരു കുറ്റാരോപിതനുമല്ല. പക്ഷേ സെക്ഷൻ 17 പ്രകാരം ഏതെങ്കിലും പ്ലേസിൽ അവർക്ക് ഇത് സംബന്ധിച്ച് ഈ ഡോക്യുമെന്റ്സ് അവിടെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അവിടെ കൺസീൽ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നു എന്നവർക്കൊരു ബോധ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കാരണം ചൂണ്ടിക്കാട്ടി അവർക്ക് പരിശോധന നടത്താം. നാട്ടിൽ ഇനി ഞാനില്ല. ഒരു റെസിഡൻഷ്യൽ പ്ലേസോ ഒരു ഓഫീസോ പരിശോധന നടത്തുമ്പോൾ ആ പരിശോധനയ്ക്കായി ട്രാൻസ്പെറന്റ് ആയിട്ട് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ വഴിയിൽ തടഞ്ഞു അണികളെ പ്രകോപിപ്പിച്ച് അക്രമം ഉണ്ടാക്കുക, അതിന്റെ പേരിൽ ഈ അണികൾ തന്നെ ജയിലിൽ പോകും. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.